അപ്പോഴാണ് നമുക്ക് നിയമം അനുസരിച്ച് തെറ്റില്ലാതെ അർത്ഥവ്യത്യാസം വരാതെ പരിശുദ്ധ ഖുർആൻ ഓതാൻ സാധിക്കുന്നത്. അതിന് ഒന്നാമത്തെ 5 നിയമങ്ങൾ. ഒന്നാമത്തെ നിയമം, ഫസ്റ്റ് നിയമം 1, ഇൽഹാർ. ഇൽഹാർ ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കൽ. വെളിവാക്കൽ. എന്തിനാണ് വെളിവാക്കുന്നതെന്നറിയോ? സുക്കൂനുള്ള നൂനിനെയും തൻവീനെയാണ് വെളിവാക്കുക. ഇതാണ് തൻവീൻ. ഇത് സുക്കൂനുള്ള നൂന് സാക്കിനായ നൂനെന്ന് പറയും. സാക്കിനായ നൂനിനെയും തൻവീനെയാണ് നമ്മൾ വെളിവാക്കുന്നത്. ഇരട്ട ഫത്തഹ്, ഇരട്ട കസർ, ഇരട്ട ദം. ഇരട്ട കസർ, ഇരട്ട ദം. അപ്പോൾ ഈ സുക്കൂനുള്ള നൂനിനെയും തൻവീനെയാണ് നമ്മൾ വെളിവാക്കുന്നത്. ഏതൊക്കെ അക്ഷരങ്ങൾക്ക് അതിനൊരു ഞാൻ 28 അക്ഷരത്തിലൊരു 6 അക്ഷരങ്ങൾ ഇനി എടുക്കാൻ പോവുക. എന്തിനാണ്? നൂനെയും തൻവീനെയും വെളിവാക്കാൻ വേണ്ടി. ഇതായിരിക്കും മുസ്ഹഫ് ഫുള്ളും 30 ജിസുവിലും വരുന്നത്. ഈ 6 അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനും തൻവീനും വന്നാൽ നൂനെയും തൻവീനെ വെളിവാക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തത് ഹംസ്, ഹ, ഹ, ഐന്, ഒയിന്, ഹ. ഈ ഹ ഇതാണ് 6 അക്ഷരങ്ങൾ. ഹംസ്, ഹ, ഹ. ഹംസ് ആദ്യത്തെ അക്ഷരമാണ്. ഹ, ഹ അടുത്തടുത്ത അക്ഷരങ്ങളാണ്, മറക്കണ്ട. ഹ, ഹ, ഐന്, ഒയിന് അതും അടുത്തടുത്ത അക്ഷരങ്ങളാണ്. പിന്നെ ഏതാണ് അവസാനത്തെ? ഹ. ഹ തൊണ്ടയുടെ അങ്ങേറ്റം. നമ്മൾ ഈ ഹ പറയുമ്പോൾ നമ്മൾ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഈ ഹ പറയുമ്പോഴത്തേക്ക് ഒന്നൊരു ടച്ച്, ഒരു അനക്കം പോലെ ഇങ്ങനെ വരും. ഹ. മറ്റേ ഹ ആണെങ്കിൽ അൽഹംദു. ആ ഹ, ഈ ഹ ആണെങ്കിൽ ഹയാണ്. ഇത് ഹ, മറക്കല്ല്. അപ്പോൾ ഈ 6 അക്ഷരങ്ങളാണ് വരുന്നത്. ഈ 6 അക്ഷരങ്ങൾക്ക് മുന്നിൽ സുക്കൂനുള്ള നൂനും തൻവീനും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മുസ്ലിമിൽ. അതിൻ്റെ നിയമം എന്ന് പറയുന്നത് സാക്കിനായ നൂനിനും, സാക്കിനായ നൂനെന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂൻ, സാക്കിനായ നൂനും തൻവീനും ശേഷം ഈ 6 അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തൻവീനെയും വെളിവാക്കണം. മനസ്സിലായില്ലേ? ഉദാഹരണം, എക്സാമ്പിൾ. ഉദാഹരണം, മൻ ആമന. മൻ ആമന. സാക്കിന നൂന് ശേഷം ഹംസ് വന്നു. ഇൽഹാറിൻ്റെ അക്ഷരമായ ഹംസ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നൂനിനെ വെളിവാക്കണം. അക്ഷരത്തെ അല്ല വെളിവാക്കേണ്ടത്, ഈ സാക്കിന നൂനിനെയും തൻവീനെയാണ് വെളിവാക്കേണ്ടത്. ഏതിനെ വെളിവാക്കേണ്ടത്? സാക്കിന നൂന് കൂടെ വന്നു, ഹംസിന് മുന്നിൽ വന്നിട്ടുണ്ട്. അതിനെ മൻ എന്ന് നമ്മൾ പറയണം. മൻ ആമന അങ്ങനെ പറയണം. അത് മുസ്ഹഫ് നിറച്ചിങ്ങനെ, മുസ്ഹഫിൽ ഫുള്ളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ അതിന് ഉദാഹരണങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നുകൊണ്ട് ബുദ്ധിമുട്ടണ്ട. ഇനി തൻവീന് വേണ്ടേ? തൻവീനിക്ക് ഒന്ന് എഴുതാം. ഹസ്രത്തൻ, ഹസ്രത്തൻ അല. ഹസ്രത്തൻ അല. തൻവീന് ശേഷം ഐന് വന്നു. തൻവീന് ശേഷം ഈ ഐന് വന്നു. ഈ ഐന് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? ഹസ്രത്തൻ എന്ന് പറഞ്ഞു. തൻവീന് ശേഷം ഐന് വന്നപ്പം ഹസ്രത്തൻ.
വെളിവാക്കി പറഞ്ഞു. അതുകൊണ്ട് ഇഷ്ടംപോലെ കിട്ടിക്കോളും. ധാരാളം ഉണ്ട്, ഖുർആനിലിങ്ങനെ വരും. അലീമൻ ഹക്കീമ. അപ്പോൾ അലീമൻ ഹക്കീമ എന്ന് തന്നെ പറയണം. തൻവീന് ശേഷം ഹ വന്ന്, ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്ന്. തൻവീന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അലീമൻ എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ സാക്കിന നൂന് ശേഷം ഹംസ് വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞ് മൻ ആമന, മൻ ആമന, അങ്ങനെ വെളിവാക്കണം. അങ്ങനെ വെളിവാക്കേണ്ട. അതുപോലെ തന്നെ അൻ അംദ. നമ്മളിപ്പം ഫാത്തിഹ ഓതുമ്പോഴത്തേക്ക് നമ്മൾ അൻ അംദ പറയുമല്ലോ. അൻ അംദ. സാക്കിന നൂന് ശേഷം ഐന് വന്ന്, സാക്കിന നൂന് ശേഷം ഐന് വന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് നൂനെ വെളിവാക്കി. കണ്ട, ഈ ഐന് വന്ന്, സാക്കിനായ നൂനിന് ശേഷം ഈ ഐന്, ഇൽഹാറിൻ്റെ അക്ഷരമായ ഐന് വന്നുകൊണ്ട് നമ്മൾ നൂനെ വെളിവാക്കി. അൻ അംദ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഉടനെ ഫാത്തിഹ അങ്ങോട്ട് കൈയിട്ട് ഇങ്ങനെ ഓതിയ സുറാത്തല്ലദീന അന്നംത അലൈഹിം. അന്നംത അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അന്ന് വെളിവാകും. പക്ഷേ നിങ്ങൾ അന്നിനെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വെളിവാക്കാതിരുന്നാൽ അന്നംത എന്നായിപ്പോൾ അയിന് അവോയ്ഡായിപ്പോവും, അയിന് സൈലൻ്റ് ആയിപ്പോവും, ക്ലിയർ ആവില്ല, അർത്ഥ വ്യത്യാസം വരും. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ തരാമെന്ന് പറഞ്ഞ ആയത്താണത്. അൻ അംദ, അൻ പറഞ്ഞിട്ട് അൻ അംദ, അൻ അംദ, അങ്ങനെ അൻ വെളിവാക്കിയിട്ട് വേണം പറയുക. ഇൽഹാറിൻ്റെ അക്ഷരമാണ് സാക്കിന നൂസ് അയിന് വന്ന്. അതുകൊണ്ട് നമ്മൾ വെളിവാക്കണം, നൂനിനെയാണ് വെളിവാക്കേണ്ടത്. ഓക്കെ. ഇനി രണ്ടാമത്തെ നിയമം. രണ്ടാമത്തെ നിയമം ഇഖ്ഫാ.